ഇന്ത്യ പാകിസ്ഥാൻ ആക്രമണ പ്രത്യാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീറുമായി സംസാരിച്ചു. ഇന്ത്യ പാക് ചർച്ചകൾക്ക് സഹായം ചെയ്യാമെന്നാണ് മാർക്കോ റൂബിയോ വിശദീകരിച്ചത്. ഇരു രാജ്യങ്ങളും ക്രിയാത്മകമായ ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചാൽ അതിന് US എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നതായും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ഈ രീതിയിൽ ഇരു രാജ്യങ്ങളും ക്രിയാത്മകമായ ചർച്ചകൾ തുടരണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്. G7 രാജ്യങ്ങളുടെ ആവശ്യം ഒരു ഭാഗത്ത് പ്രധാനപ്പെട്ട ഒന്നായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്നു. പാകിസ്ഥാൻ്റേത് മനുഷ്യത്വരഹിതമായ തന്ത്രമാണ്. ഇന്നലെ യാത്രാ വിമാനങ്ങളെ കവചമാക്കിക്കൊണ്ട് ആക്രമണം നടത്താനുള്ള ശ്രമം എന്നുള്ള നിലയ്ക്കുള്ള വലിയ വിമർശനം ലോകവ്യാപകമായിട്ട് ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. മെയ് 8-ാം തീയതി, അതായത് ഇന്ത്യൻ സമയം പുലർച്ചെ 2 മണിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ ലോകവ്യാപകമായിട്ട് പാകിസ്ഥാന്റെ കുതന്ത്രം എന്നുള്ള നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ തെരഞ്ഞെടുത്തത് അസീസ് ഗാർഡ് സൻഗർ ഡ്രോണുകളെയായിരുന്നു. പാകിസ്ഥാന്റെ വ്യോമ മേഖലയിൽ ആഭ്യന്തര രാജ്യാന്തര യാത്രാ വിമാനങ്ങൾ പറക്കുന്ന സമയത്ത് ഡ്രോണുകൾ അവർ ഇന്ത്യൻ ആകാശത്തേക്ക് പറത്തിവിട്ടു. ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയാൽ ഈ യാത്രാ വിമാനങ്ങൾക്ക് നാശം സംഭവിക്കാനും അതുവഴി വലിയ രീതിയിലുള്ള ആൾനാശത്തിനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യക്കെതിരെ ലോകം വലിയ രീതിയിലുള്ള നിലപാട് എടുക്കും ആയിരുന്നു. അത് കാരണമാകും എന്നവർ കണക്ക് കൂട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു തന്ത്രം, പാകിസ്ഥാന്റെ ഈ കുതന്ത്രം, ഈ കെണി മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യൻ സൈന്യം യാത്രാ വിമാനങ്ങളെ ഒഴിവാക്കി ഡ്രോണുകളെ തുരത്തിയതിൻ്റെ വലിയ ഒരു നേട്ടം ആണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അത് ലോകവ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈനിക നടപടിയുടെ സമയത്തെ റഡാർ ദൃശ്യം ഇന്നലെ പുറത്തു വരികയുണ്ടായി. ആ റഡാർ ദൃശ്യം ഏത് രീതിയിലാണ് യാത്രാ വിമാനങ്ങളെ കവചമാക്കിക്കൊണ്ട് പാകിസ്ഥാന്റെ മനുഷ്യത്വരഹിതമായ തന്ത്രം എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അത് യാത്രാ വിമാനങ്ങളുടെ മറവിൽ നടന്ന ആക്രമണം എന്നുള്ള നിലയ്ക്ക് വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആ കഴിഞ്ഞ ദിവസത്തെ വ്യോമാക്രമണത്തിന് പാകിസ്ഥാൻ സൈന്യം യാത്രാ വിമാനങ്ങളെ കവചമാക്കി എന്ന് കൃത്യമായിട്ട് ഇന്ത്യ ആരോപിക്കുകയും ചെയ്തു. അതിർത്തിയിൽ ശക്തമായിട്ടുള്ള ഡ്രോൺ മിസൈൽ ആക്രമണം നടന്ന ബുധനാഴ്ച രാത്രി മുതൽ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ യാത്രാ വിമാനങ്ങളെ പ്രവേശിപ്പിച്ചിരുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമ മേഖലയിൽ യാത്രാ വിമാനങ്ങൾ പറക്കാൻ അനുവദിച്ചുവെന്നും അവയെ കവചമാക്കി ആക്രമണം നടത്തിയെന്നും ആണ് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഇന്നലെ അറിയിച്ചത്. ഇന്ന് വീണ്ടും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ സുപ്രധാനമായ പല വിവരങ്ങളും പുറത്തുവരുമെന്ന് ആണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഇന്നലെ ഉണ്ടായ 2 മരണത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇന്നത്തെ വാർത്താ സമ്മേളനം വളരെ ഗൗരവമേറിയതാണ്. അതിർത്തിയിൽ ഇന്നലെ 2 മരണമുണ്ടായിരുന്നു. ഒരു സൈനികന് വീരമൃത്യു ഉണ്ടായി. അത്തരത്തിലുള്ള വീരമൃത്യു നേടുന്നവരുടെ എണ്ണം കൂടാതിരിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് രാവിലെ 10:30 നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിക്കപ്പെടും. നിയന്ത്രണ രേഖയിൽ ജമ്മുവിലെ പൂഞ്ചിൽ പാക് സൈന്യം നടത്തിയ പീരങ്കി ആക്രമണത്തിലാണ് കരസേനാംഗം ആന്ധ്ര സ്വദേശിയായിട്ടുള്ള M മുരളി നായിക്ക് വീരമൃത്യു വരിച്ചത്. പ്രദേശവാസിയായിട്ടുള്ള മുഹമ്മദ് അബ്രാർ എന്ന സാധാരണക്കാരനായ പൗരനും കൊല്ലപ്പെട്ടിരുന്നു. ഉറിയിലെ ആക്രമണത്തിൽ യുവതി കൊല്ലപ്പെടുകയുണ്ടായി. 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഉറി, അതേപോലെ തന്നെ സിയാൽകോട്ട്, കമാൽകോട്ട്, ബോണിയർ, കുപ്വാര, ബാരാമുല്ല എന്നിവിടങ്ങളിലെല്ലാം വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടാണ് പാകിസ്ഥാന് ഇന്ത്യ ശക്തമായിട്ടുള്ള തിരിച്ചടി ഇന്നലെ നൽകുകയുണ്ടായത്. ജമ്മു കശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിലായിട്ട് 26 സ്ഥലങ്ങളിൽ ഇന്നലെ ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായിരുന്നു. രാത്രി ശ്രീനഗർ വിമാനത്താവളത്തിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണ ശ്രമം തടുത്തതായിട്ട് അധികൃതർ അറിയിക്കുകയും ചെയ്തിരുന്നു. കശ്മീരിലെ അവന്തിപുര വ്യോമത്താവളത്തിലേക്ക് പാകിസ്ഥാൻ നിരവധി ഡ്രോണുകൾ തൊടുക്കുകയുണ്ടായെങ്കിലും ഇന്ത്യ അതെല്ലാം തടഞ്ഞു. ബാരാമുല്ല, ജമ്മു എന്നീ പ്രദേശങ്ങളിലും ആക്രമണം നടന്നു. ജമ്മുവിൽ ബ്ലാക്ക് ഔട്ട് നടപ്പാക്കി പലതവണ മുന്നറിയിപ്പ് സൈറൺ മുഴക്കി എന്നൊക്കെ മുഖ്യമന്ത്രി ഒമർ അബ്ദുല്ല അറിയിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ഔട്ട് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ അത്രമേൽ അത് കഠിനമാണ്. പൂർണ്ണമായും ഇരുട്ടത്തിരിക്കേണ്ടി വരും. ഫാൻ പോലും പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. കൊതുക് കടിയേൽക്കേണ്ടി വരും. ഫോൺ പോലും ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ഒരു തരത്തിലും വെളിച്ചം ഉണ്ട് എന്ന് ശത്രു രാജ്യത്തിൽ നിന്നുള്ള ഇവർക്ക് അറിയാൻ കഴിയരുത്.
പഞ്ചാബിലെ അമൃത്സർ, ഫിറോസ്പൂർ, പഠാൻകോട്ട് എന്നിവിടങ്ങളിലും ഡ്രോണുകളെ തുരത്തുകയുണ്ടായി. ഗുജറാത്തിലെ ഭുജിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണ ശ്രമമുണ്ടായി. ഫിറോസ്പൂർ മേഖലയിലാണെങ്കിൽ ഏതാനും പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി. ജമ്മുവിലെ സാംബ ജില്ലയിൽ നുഴഞ്ഞുകയറ്റത്തിനുള്ള ശ്രമം നടന്നു. അത് തകർത്തുകൊണ്ട് 7 ഭീകരരെ വധിച്ചു എന്നാണ് BSF അറിയിച്ചിരിക്കുന്നത്. ഒരു പാക് സൈനിക പോസ്റ്റ് തകർത്തതായിട്ടും BSF അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പഞ്ചാബിലെ അമൃത്സറിന് സമീപത്ത് പാകിസ്ഥാന്റെ ആക്രമണത്തെ തുടർന്ന് വീട് ഒഴിഞ്ഞു പോവുകയുണ്ടായി പലരും. അവരെല്ലാവരും നിരാശാഭരിതവും ഭയാകുലവുമായ മുഖങ്ങളുമായിട്ടാണ് അവിടെ നിന്ന് പുറപ്പെട്ട് പോയിട്ടുള്ളത്. അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്കും മറ്റുമായിട്ട് അവരെ മാറ്റിയിരിക്കുന്നു. IPL ക്രിക്കറ്റ് മത്സരങ്ങൾ ഇനി സുരക്ഷാ കാരണങ്ങളാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടേ അത് വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാവുകയുള്ളൂ. ഒരാഴ്ചയ്ക്ക് ശേഷം സാഹചര്യം വിലയിരുത്തും. അതിനിടയിൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വാർത്ത ബഗ്ലിഹാർ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ തുറക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായിട്ട് കാണേണ്ടതുണ്ട്. അമൃത്സറിൽ വീണ്ടും ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ജലന്ധറിൽ അപായ സൈറൺ മുഴക്കിയിരിക്കുന്നു. അതിർത്തിയിലെ വ്യോമമേഖല അടച്ചിരിക്കുന്നു. ജമ്മുവിൽ നിലയ്ക്കാത്ത സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കാം. ഇപ്പോൾ ഈ സമയത്തും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രജൌരിയിൽ ഷെല്ലാക്രമണം നടന്നിരിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥനടക്കം 3 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. രാജ്കുമാർ ധാപ്പ എന്ന ഉദ്യോഗസ്ഥൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്. സർക്കാർ ഉദ്യോഗസ്ഥനടക്കം 3 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. രാജ്കുമാർ ധാപ്പയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പാകിസ്ഥാനും ഭീകരർക്ക് തിരിച്ചടി എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. രജൌരിയിലെ ഷെല്ലാക്രമണമാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. അവിടെ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. 2 നാട്ടുകാരുടെ ജീവനും നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത.